ഈ കെ ടി ജലീൽ പണ്ടേ ലീഗുമായി ബന്ധപ്പെട്ട് വളരെയധികം ആശയവൈരുദ്ധ്യം വെച്ചു പുലർത്തുന്ന ആളാണ്. ലീഗ് എന്തൊക്കെ പറഞ്ഞാലും അതിനൊരു അടി പോലും പിന്നോട്ട് വെക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിത്വമാണ്. നമുക്കറിയാം, ലീഗിനെ ഏറ്റവും കൂടുതൽ വെട്ടിലാക്കിയ പാർലമെൻറ്റിലേക്ക് വോട്ട് ചെയ്യാൻ പോകാതെ ഇവിടെ നിക്കാഹിന് ബിരിയാണിയും കഴിച്ച് കുത്തിരിക്കുകയാണ് എന്ന് കുഞ്ഞാലിക്കുട്ടിയെയും PV വഹാബിനെയും വെട്ടിലാക്കിയ പ്രസ്താവനകളൊക്കെ MP ആയിരിക്കുന്ന സമയത്ത് അവരെ രണ്ടുപേരെയും കുറിച്ച് പറഞ്ഞത് വലിയ ചർച്ചയായതൊക്കെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ KT ജലീൽ തവനൂരിൽ VS ജോയിയുമായി പരാജയപ്പെട്ട സാഹചര്യത്തിൽ KT ജലീലിനെതിരെ ആട് ജലീൽ എന്നാണ് KT ജലീലിനെ ലീഗുകാർ വിളിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ആടിനെ റോട്ടിലൂടെ നടത്തിക്കൊണ്ടുവന്ന് പിന്നെ ഈ പറഞ്ഞതുപോലെ അതിൻ്റെ തല ഒരു വടിയിൽ കെട്ടി കയറിൽ കെട്ടിയിട്ട്, അതായത് KT ജലീലിൻ്റെ തലയറുത്തു എന്നുള്ള നിലയ്ക്ക് വലിയ ആഘോഷ പരിപാടികളും എല്ലാവർക്കും, അതായത് മനുഷ്യ സമൂഹം മുഴുവൻ അത് നോക്കിക്കാണുമ്പോൾ വളരെ മോശമായ രീതിയിൽ തന്നെയാണ് പല കോണുകളിൽ നിന്നും അതിന് പ്രതികരണങ്ങൾ വന്നത്. അത് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. അപ്പോൾ നമുക്കറിയാം, ചൂരൽമലയിലുമൊക്കെ ഉരുൾപൊട്ടിയ മനുഷ്യരുടെ കൈത്താങ്ങായ മുസ്ലിം ലീഗിൻ്റെ ഭവന നിർമ്മാണ പദ്ധതിയൊക്കെ വളരെ അത്ഭുതത്തോടുകൂടി, വളരെ സന്തോഷത്തോടുകൂടി അതിനെ അഭിനന്ദിച്ച് അതിനെ പ്രശംസിച്ചുകൊണ്ടാണ് ഓരോ മനുഷ്യരും കേരളത്തിൽ കടന്നുപോയത്. ആ സാഹചര്യങ്ങളൊക്കെ നിലത്തിട്ട് തച്ചൊതുക്കുന്ന രീതിയിലാണ് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ആ ആടിൻ്റെ ചോരയൊലിക്കുന്ന തലയറുത്തുകൊണ്ടുള്ള ആ പ്രകടനം എന്നുള്ളത് പൊതുവെ സമൂഹം വിലയിരുത്തി. ഇത് മുസ്ലിം ലീഗിനെ തന്നെ മാനം കെടുത്തുന്ന അത്തരം പ്രവർത്തികളാണ്. പലപ്പോഴും വിജയാഹ്ലാദ പ്രകടനങ്ങളിൽ മുസ്ലിം ലീഗിൻ്റെ മാന്യമല്ലാത്ത പല സംഭവ വികാസങ്ങളും കേരളത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ KT ജലീലിൻ്റെ ഒരു പോസ്റ്റർ വായിക്കേ, അതായത് അറുത്ത ആടിൻ്റെ തല തെരഞ്ഞെടുപ്പ് വിജയാഹ്ലാദത്തിൽ പ്രദർശിപ്പിച്ച സംഭവത്തിൽ പ്രതികരണവുമായി തവനൂരിൻ്റെ തോറ്റ MLA CPMൻ്റെ സ്വതന്ത്രൻ KT ജലീൽ അദ്ദേഹം രംഗത്ത് വന്നിരിക്കുകയാണ്. മൂപ്പര് പറയുന്നത് ഇങ്ങനെയാണ്: മുസ്ലിം ലീഗിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും തലയറുപ്പ് രാഷ്ട്രീയത്തിനെതിരെ അവസാന ശ്വാസം വരെ ഞാൻ പൊരുതുമെന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിലാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. 1000 തവണ വർഗീയ കൂട്ടുമുന്നണി എന്നെ തോൽപ്പിച്ചാലും ഞാൻ കീഴടങ്ങുന്ന പ്രശ്നമില്ല. മതേതര രാഷ്ട്രീയത്തിൻ്റെ ഇടതുപക്ഷ പതാക നെഞ്ചോട് ചേർത്ത് ഉയർത്തിപ്പിടിച്ച് മരിച്ചു വീഴുന്നത് വരെ സധൈര്യം മുന്നോട്ടു പോകും. തലയെടുക്കാൻ ധൈര്യമുള്ളവർക്ക് മുമ്പോട്ട് വരാം. വെട്ടിവീഴ്ത്താൻ ചങ്കൂറ്റമുള്ളവർക്ക് അംഗത്തിന് ഇറങ്ങാം. തല വെട്ടുന്നവരുടേതല്ല മലപ്പുറം, തല കാക്കുന്നവരുടേതാണ് മലപ്പുറം. ആ മലപ്പുറത്തിന് വേണ്ടിയാകും എൻ്റെ ശിഷ്ടകാല പോരാട്ടമെന്ന് KT ജലീൽ വെല്ലുവിളിയോടുകൂടി നിലപാടുറപ്പിച്ച് ലീഗിനെ ഓർമ്മിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ രംഗം കണ്ടവരൊക്കെ രാഷ്ട്രീയപരമായ വിയോജിപ്പുകൾ പലർക്കും ഉണ്ടാകും. ആ വിയോജിപ്പുകളൊക്കെ നിലനിൽക്കെ തന്നെ പടക്കം പൊട്ടിക്കും, വീടിൻ്റെ മുമ്പിൽ നിന്ന് ആളുകൾ ഡാൻസ് കളിക്കും, DJ ഡാൻസ് കളിക്കും, മുദ്രാവാക്യം വിളിക്കും. എവിടെ പോയി കുട്ടി സഖാക്കൾ, ആരാണുമ്മ ചെടിയുടെ മറവിൽ, എവിടെ പോയി കുട്ടി സഖാക്കൾ എന്നൊക്കെ വിളിക്കും. തിരിച്ച് അങ്ങോട്ടും വിളിക്കും. കോൺഗ്രസ്സുകാർ തോറ്റാൽ അങ്ങോട്ടും വിളിക്കും. പക്ഷേ അതിനേക്കാൾ അപ്പുറത്തേക്ക് ആടിനെ കൊണ്ട് വന്ന് പരസ്യമായി പ്രദർശിപ്പിച്ച് ആ ആടിൻ്റെ തലവെട്ടിയെടുത്ത് ക്രൂരമായ രീതിയിലാണ് ആ ആഹ്ലാദ പ്രകടനം മനുഷ്യ മനസ്സാക്ഷിയെ മരവിപ്പിച്ച സമൂഹ മാധ്യമങ്ങൾ വരെ ചർച്ച ചെയ്ത ആ ഒരു വിഷയം. ഇങ്ങനെ ആടിൻ്റെ തല പ്രദർശിപ്പിച്ച സംഭവത്തിൽ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർക്കെതിരെ തിരൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കേസെടുക്കേണ്ടത് തന്നെയാണ്. കുരിക്കൽപ്പടി മച്ചിങ്ങൽ റാഫി, പെരിന്തല്ലൂർ വാൽപ്പറമ്പിൽ ഷുഹൈബ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. അറുത്ത ആടിൻ്റെ തല പരസ്യമായി പ്രദർശിപ്പിച്ചതിന്, മൃഗങ്ങളോടുള്ള ക്രൂരതയ്ക്കെതിരായ നിയമം സമൂഹ മാധ്യമങ്ങളിൽ പ്രദർശിപ്പിച്ച് IT ആക്ട് എന്നിവ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. നല്ല കാര്യമാണ്. അത് കേസെടുക്കണം. കൃത്യമായ നിയമ നടപടികൾ സ്വീകരിച്ച് അവർക്ക് ശിക്ഷ കിട്ടണം എന്നുള്ളതാണ് പൊതുസമൂഹം ആഗ്രഹിക്കുന്നത്. നോക്കൂ, ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ വരെ
പറഞ്ഞിട്ട് പോലും ഇവർക്കൊരു യാതൊരു വകവെക്കലുമില്ല എന്നുള്ളതാണ് ഇത്തരം സംഭവങ്ങൾ പിന്നെ AT ജലീലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റർ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഇന്ന് ആടിൻ്റെ തല, നാളെ എൻ്റെയോ എന്ന് ചോദിച്ചിട്ടാണ്. ജനസമൂഹം മുഴുവൻ തോറ്റ ജലീലിനോടൊപ്പം നിൽക്കുന്ന ഒരവസ്ഥയിൽ പിന്നെ വോട്ട് കൊടുത്ത ജനാധിപത്യ വിശ്വാസികൾ, മനുഷ്യസ്നേഹികൾ, മൃഗസ്നേഹികൾ, മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത സകലമാന ആളുകളും തല താഴ്ത്തി നിന്ന ആ ഒരു വലിയ രംഗം നമ്മളെല്ലാവരും കണ്ടു. അതൊക്കെ ഇത്തരക്കാരുടെ ചെയ്തികളിൽ നിന്ന് മനുഷ്യർ അനുഭവിച്ച് കണ്ട് മടുക്കേണ്ട ഒന്ന് തന്നെയാണ് എന്ന് അത്തരക്കാർ ഓർമ്മിപ്പിച്ചു. ഇതൊന്നും നമ്മുടെ നാടിൻ്റെ പിന്നെ സംസ്കാരത്തിനും അന്തസ്സിനും യോജിച്ചതല്ല എന്നുള്ളത്. ആ ചൂരൽമലയിലൊക്കെ ലീഗ് കാലങ്ങളായി KMCCയിലൂടെയും CH സെൻറ്ററിലൂടെയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അത്തരം പ്രവർത്തനങ്ങൾക്ക് എതിരെ നിൽക്കുന്ന ഇങ്ങനെയുള്ള ക്രൂരമായ ആവേശ പ്രകടനങ്ങളൊക്കെ എവിടെയാണ്? ആരാണ് ഇതിനൊക്കെ തടയിടേണ്ടത്? ഇവിടുത്തെ ലീഗിൻ്റെ നേതൃത്വമല്ലാതെ മറ്റാരാണ്? പറഞ്ഞ് തിരുത്തേണ്ടതുണ്ട്, നിയമ നടപടി സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. നന്ദി.